അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. മോമിനീങ്ങളെ, സുദീർഘമായി സംസാരിക്കണില്ല. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ചെറിയൊരു ദുആ നടത്തി പിരിയാണ്. ലോകത്ത് അള്ളാഹുവിൻ്റെ ഇലാഹിയത്തിനെ നിഷേധിച്ച വലിയ വലിയ തമ്മാടികളായ കുറേ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനിയായൊരു മനുഷ്യനാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അവൻ മഹാ തമ്മാടിയും വലിയ ധിക്കാരിയുമായിരുന്നു. ബനൂ ഇസ്രായേലികളെ അവനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ചെയ്ത ധിക്കാരങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അവന്റെ കഥ പറഞ്ഞിട്ടുണ്ട്, പിൻഗാമികളായ ആളുകൾക്ക് ഒരു പാഠമാകാൻ വേണ്ടി. ഒരിക്കൽ ഒരു രാത്രി അവൻ കടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. എന്താണെന്നറിയോ? ബനൂ ഇസ്രായേലികൾ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് ഭരണാധികാരികളായ ഫിറഔനും മോന്റെ അനുയായികളും, ഖിബ്തികൾ എന്നാണ് അവർക്ക് പറയാം, ഈ ഖിബ്തികൾ താമസിക്കുന്ന ഭാഗത്തേക്ക് ഒരു വലിയ തീ വന്നു. ആ തീ ആളി പടർന്നപ്പോ ഖിബ്തികളുടെ വീടുകളൊക്കെ കത്തിച്ചാമ്പലായി. ബനൂ ഇസ്രായേലുകളെ വീടുകൾക്കൊന്നും പറ്റിയില്ല. അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടു അവൻ. അങ്ങനെ ആ സ്വപ്നം കണ്ടപ്പോ അവൻ കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാരെ വിളിച്ചു, വ്യാഖ്യാനം ചോദിച്ചു. എല്ലാവരും പറഞ്ഞ വ്യാഖ്യാനം എന്താന്ന് ചോദിച്ചാൽ, ബനൂ ഇസ്രായേലുകളിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുട്ടി കാരണമായി നിങ്ങളുടെ ഭരണം നഷ്ടപ്പെടും, നിങ്ങൾക്ക് നാശം ഉണ്ടാകും. അതാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെയ്ത എന്താ തരങ്ങള്? ബനൂ ഇസ്രായേലുകളിൽ അവൻ നിയമം പാസാക്കി. ബനൂ ഇസ്രായേലുകൾ എന്ന് പറഞ്ഞത് ഖിബ്തികള് ഈ ബനൂ ഇസ്രായേലുകളെ അടിമകളാക്കി വല്ലാതെ കഷ്ടപ്പെടുത്തിയ സമയമായിരുന്നു. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം എണ ചേരാൻ പാടില്ല. അവൻ നാട്ടിൽ നിയമം പാസാക്കി. ഗർഭിണികളായ സഹോദരിമാർ ആരൊക്കെയുണ്ടോ ബനൂ ഇസ്രായേലുകളിൽ, അവരുടെ വീടിന്റെ മുമ്പിലൊക്കെ ഫിറഔന്റെ പട്ടാളം കാവലാണ്. പ്രസവിച്ച ഉടനെ ഫിറഔന്റെ പട്ടാളം കുട്ടിയെ പരിശോധിച്ചു. ആൺകുട്ടിയാണെങ്കിൽ അപ്പോൾ കൊന്നുകളയും, പെൺകുട്ടിയാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കും. ഖുർആൻ എത്ര സ്ഥലം ഈ കഥ പറഞ്ഞിട്ടുണ്ട്. وَإِذْ أَنْجَيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. ആ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. പിന്നെ അള്ളാഹുവിന്റെ വിധിയല്ലേ നടക്കുക. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാപിതാക്കളെ അണചേർന്നു. ഉമ്മ ഗർഭിണിയായി. മൂസാ നബി പ്രസവിച്ചു. ആ കുട്ടിയെ കടലിൽ ഒഴുക്കി. ആ നൈൽ നദിയിൽ നിന്ന് ഫിറഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ ഈ കുട്ടി എത്തിപ്പെട്ടു. ഈ കുട്ടി അവിടെ തന്നെ വളർന്നു. അള്ളാഹുവിന്റെ ഓരോ തീരുമാനങ്ങൾ നോക്കണം. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം ദീനീ പ്രബോധനവുമായി പ്രവാചകനായി രംഗത്തിറങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ വാക്യവുമായി മൂസാ നബി രംഗത്ത് വന്നപ്പോ ധിക്കാരിയായ ഫിറഔൻ അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ നാട്ടുകാരോട് പറഞ്ഞ വർത്തമാനം, അന റബ്ബുക്കുമുൽ അഅ്ലാ, നാട്ടുകാരെ, ഞാനാണ് നിങ്ങളെ രക്ഷിതാവ്, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നവൻ. അതുകൊണ്ട് മൂസ പറയുന്ന നിങ്ങളുടെ കണ്ണിൽ കാണാത്ത അള്ളാഹ്ക്ക് നിങ്ങൾ ആരാധിക്കല്ല, എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ ആരാധിക്കണ ആളുകളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. എത്ര പ്രയാസം നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആൻ ഒരു മഹദിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ മഹദി എന്നറിയുമോ? ഇതേ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ഫിറഔനിന്റെ ഭാര്യയായ മഹദിയായ ബീബി ആസിയ റളിയല്ലാഹു അൻഹാ. ആ മഹദി മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ഫിറഔന്റെ ഭാര്യയാണ്, അതേ കൊട്ടാരത്തിൽ താമസിക്കുന്നവളാണ്. ഈമാൻ രഹസ്യമാക്കി വെക്കുകയാണ്. അവസാനം തന്റെ ഭാര്യയായ ആസിയ മുസ്ലിമായിട്ടുണ്ടെന്നുള്ള വിവരം ഫിറഔൻ അറിഞ്ഞു, കൊട്ടാരവാസികൾ അറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ മഹദിയെ ഏതെല്ലാം നിലക്ക് ക്രൂരതകൾ ഏൽപ്പിക്കാൻ പറ്റുമോ ആ നിലക്ക് മുഴുവനും ഫിറഔനും അനുയായികളും പീഡിപ്പിക്കുകയാണ്. മഹദിയുടെ തഫ്സീറുകളിലൊക്കെ കാണാം, നല്ല വെയിലത്ത് മരുഭൂമിയിലേക്ക് ഇറക്കും.
എന്നിട്ട് നല്ല നല്ല ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ ആ മരുഭൂമിയിലൂടെ വലിച്ചയച്ചിട്ടാണ് ശിക്ഷിക്കുക. കൊട്ടാരത്തിലെ രാജ്ഞിയാണ്, എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അവിടെ ജീവിക്കാമായിരുന്നു. പ്രശ്നം എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞതാണ്, യഥാർത്ഥ അല്ലാഹുവിൽ വിശ്വസിച്ചതാണ്. പക്ഷേ ഈ മഹദിയുടെ ഈമാനിന്റെ ഒരു പവർ കാണണോ? ഫിർഔനിന്റെ പട്ടാളങ്ങൾ ആ ശിക്ഷയിൽ നിന്നങ്ങ് മാറി നിൽക്കുമ്പോഴേക്ക് തുളല്ലിലുഹൽ മലായിക, ആകാശലോകം മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഈ മഹദിക്ക് നേരിട്ട് കൊടുക്കുകയാണ്. ശിക്ഷ അങ്ങോട്ട് കൊടൂരമായി, സഹിക്കാൻ പറ്റാത്ത ഘട്ടമായപ്പോ മഹദി യജമാനനായ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് ഫിർഔനിന്റെ കൊട്ടാരം വേണ്ട, പകരം നിന്റെ ഭവനമായ നിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നീ ഒരു കൊട്ടാരം എനിക്ക് തരണേ അല്ലാഹ്. അസ്യാബിയുടെ ദുആ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തു തഹരീം. ശിക്ഷ കഠിനമായ സമയത്ത് മരിക്കുന്നെന്ന് തോന്നിയപ്പോഴാണ് ഇത് വരുന്നത്. അതാണ് ദുആ ചെയ്തപ്പോഴോ അപ്പോഴേക്കും റഹ്മത്തിന്റെ മലക്കുകൾ വന്നു. സ്വർഗത്തിൽ മഹദിക്ക് ഒരുക്കപ്പെട്ട കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാണ്. ആ കൊട്ടാരം കണ്ടപ്പോഴോ ഇത്രയും കഠിനമായ ശിക്ഷയിലാണല്ലോ മഹദി ഉള്ളത്, ശരീരമാകെ മുറിഞ്ഞിട്ടുണ്ട്, ആകെ രക്തമൊഴുകുകയാണ്. ആ സമയത്തും മഹദി ഈ കൊട്ടാരം കണ്ട് ചിരിക്കുകയാണ്. മഹദി ചിരിച്ചപ്പോ ഫിറോന് വിളിച്ചു പറഞ്ഞതെന്താ? നാട്ടുകാരെ, ഹാദിഹി മജ്നൂന, എന്റെ ഭാര്യയായ ആസിയക്ക് തനി പിരാന്താണ് കേട്ടോ. തളഹഖു ഫിൽ അദാബ്, ഇത്രയും വലിയ കഠിനമായ ശിക്ഷ നമ്മൾ കൊടുത്തിട്ടും അവള് ചിരിക്കുകയല്ലേ. സ്വർഗത്തിലെ കൊട്ടാരം കണ്ട് ചിരിച്ചതാ. ഫിറോൻ പറഞ്ഞത് അവൾക്ക് പിരാന്താണ്, അവൾക്ക് ഭ്രാന്താണ് അവൾക്ക്, കാരണം എത്രയും വലിയ ശിക്ഷ നമ്മൾ കൊടുത്തിട്ടും ശിക്ഷിക്കുക അവൾ ചിരിക്കല്ലേ. ഫിറോൻ പറഞ്ഞു, പട്ടാളങ്ങളെ നിങ്ങളൊന്ന് നോക്കണേ, ഏറ്റവും വലിയ ഒരു പാറക്കല്ല് കിട്ടുമോ എന്ന് നോക്കണേ. പട്ടാളങ്ങളോടൊരു വലിയ പാറക്കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാറക്കല്ല് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നപ്പോ ലഅനത്താക്കപ്പെട്ട ഫിറോൻ അതെടുത്ത് ആ മഹദിയുടെ തലയിലേക്ക് ഇടുകയാണ്. അങ്ങനെയാണ് ആസിയ ബീവിയെ കൊന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ലോക മുസ്ലിമീങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞത് ഈ മഹദിയെയാണ്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ ഇദ ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന മിൻ വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അന്ന് ബനൂ ഇസ്രായേലുകളൊക്കെ അനുഭവിച്ച പീഡനം എത്രയെന്നറിയുന്നു. ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. എത്ര കൊലപാതകങ്ങൾ. അവന്റെ കൊട്ടാരത്തിലെ വേലക്കാരെ മാഷിദാബിയുടെ കുട്ടികളൊക്കെ വലിയ ചെമ്പിൽ എണ്ണ നിറച്ചിട്ട് അയക്കെറിഞ്ഞിട്ടല്ലേ അവൻ കൊന്നത്. അന്ന് ബനൂ ഇസ്രായേലുകൾ സഹിച്ച പ്രയാസങ്ങൾ എത്രയാണ്. ഈ ഫിറഔനെതിരെ മൂസാ നബിയുടെ കൂടെ നിന്ന് പോരാടിയ ബനൂ ഇസ്രായേലുകളില്ലേ, അവർക്ക് അല്ലാഹു തആല നാളെ ആഖിറത്തിൽ വരുന്ന പ്രതിഫലം എത്രയാണ്. മഹാനായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധ റമളാനിലെ 7ാമത്തെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഫകഅന്നമാ അദ്റക മൂസാ അലൈഹിസ്സലാം വനസറഹു വലാ ഫിർഔന വഹാമാൻ. മൂസാ നബിയുടെ കൂടെ നിന്ന് ഫിർഔനെതിരെയും ഹാമാനെതിരെയും പോരാടിയ ആളുകളില്ലേ, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഇന്നത്തെ നിസ്കാരക്കാർക്ക് അല്ലാഹു സമ്മാനിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ നിസ്കാരം അതിന് കാരണമാക്കി തരട്ടെ. ആ മഹത്തുക്കളുടെ ഒക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ മഹാന്മാർക്ക് മുൻകാലത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കൾക്കൊക്കെ നൽകപ്പെടുന്ന പ്രതിഫലം അല്ലാഹു നമുക്കും തന്ന് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ചെറിയ മസല, റമളാന്റെ പകൽ സമയങ്ങളിൽ പ്രായപൂർത്തിയായ അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ഭക്ഷണവും വെള്ളവും കൊടുക്കൽ ഹറാമ് തന്നെയാണ് റമളാന്റെ പകൽ സമയത്ത്.
അവരത് പകലിൽ ഭക്ഷിക്കും എന്നുണ്ടെങ്കിൽ ഓൽക്ക് വിൽപ്പന നടത്തലും ഹറാമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് റമളാന്റെ പകലിൽ ഹോട്ടൽ കച്ചവടം നടത്താൻ പറ്റൂല. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള കച്ചവടം നടത്താം. അത് കൊണ്ടുപോകുന്ന ആളുകൾ നോമ്പ് തുറന്നിട്ട് ഭക്ഷിക്കും എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ മുമ്പ് തന്നെ ഭക്ഷിക്കും എന്നുള്ള കോലത്തിലാണെങ്കിൽ റമളാന്റെ പകലിൽ ഹോട്ടൽ കച്ചവടങ്ങൾ നടത്താൻ പറ്റൂല. അല്ലാതെ ഫ്രീ ആയിട്ടും ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ പാടില്ല. അത് നമ്മളെ പെരയിലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി. അപ്പൊ പെരയിൽ റമളാന്റെ പകല് ജോലിക്കാരെ വിളിക്കണം. ആ മുസ്ലിമീങ്ങളായ ആളുകളെ കിട്ടാനുള്ളൂ. ഓലക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓല ജോലിക്ക് വിളിപ്പിച്ച് ഭക്ഷണം കൊടുക്കൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ എന്താ ചെയ്യാ? രണ്ടാലൊരു കാര്യം, ഒന്നെങ്കിൽ ഓരോട് പറയാ ഭക്ഷണം വെള്ളം ഇവിടുന്ന് തരൂല, കാശ് തരും, ഇവിടുന്ന് പോവുക, ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ തൽക്കാലം റമളാനിൽ ആ പണി എടുപ്പിച്ചണ്ടാന്ന് വെക്കേണ്ടി വരും. അല്ലാതെ അമുസ്ലിമീങ്ങളാണെന്ന് കരുതി റമളാന്റെ പകലിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും അവർ ജോലിക്കാരാകട്ടെ എന്ത് പണിക്കാരായാലും കൊടുക്കാൻ പാടില്ല. കാരണം അതിന് മഹാന്മാര് പറഞ്ഞത് ഇതൊക്കെ മഅസിയത്തിനെ സഹായിക്കലാണ്, തെറ്റിനെയും തിന്മകളെയും അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലാതെയാക്കലിനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ റമളാനിലെ പണിക്കാരെയും കൂലിക്കാരെയൊക്കെ വിളിച്ചുമ്പോ നല്ലോണം ശ്രദ്ധിക്കേണ്ടി വരും. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പോലെ തന്നെ പ്രായം തികഞ്ഞ മുസ്ലിമീങ്ങളായ ആളുകൾക്കും റമളാന്റെ പകലിൽ ഭക്ഷണം വെള്ളമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. കുറെ ആൾക്കാർ ദ്വാരക്കാൻ വേണം. എല്ലാവരും ഒന്ന് ഇഖ്ലാസിൽ ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ ഈ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാഹ്. റബ്ബേ, റഹ്മത്തിന്റെ 10 അവസാനിക്കാൻ പോകുകയാണ്. ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്ലിസിൽ വെച്ച് കുറെ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമരമ്പലത്ത് താമസിക്കുന്ന അൻസിഫ് എന്ന് പറയുന്ന ഒരു 18 വയസ്സായ കുട്ടി തലച്ചോറിന് ട്യൂമർ ബാധിച്ച് ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലാണ്. ചെറിയ ഒരു ആശ്വാസം ആ കുട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപൂർണമായും ശിഫ കിട്ടാൻ വേണ്ടി പ്രത്യേകം ഇവിടെ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു, ഞങ്ങൾ ഈ നിസ്കാരത്തിന്റെയും ഈ മജ്ലിസിന്റെയും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ വേദനകളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. ശരീരത്തിന്റെ ഭാഗം തളർന്ന ഭാഗങ്ങളൊക്കെ നീ പഴയ രൂപത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള സുഹത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അമ്പേ, കരേക്കാടുള്ള കുഞ്ഞിപ്പ എന്നൊരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. കച്ചവടത്തിലും ജോലിയിലും ഒക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ സന്തോഷങ്ങളും നീ നൽകണേ അല്ലാഹ്. അതുപോലെ ഭക്ഷണം നൽകിയ വീട്ടുകാര്, അവരുടെ ഉപ്പയുടെ ആണ്ടാണ് റമളാൻ 7 അഥവാ നാളത്തെ പകലിൽ ആ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആ ഉപ്പാനെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് അവർക്ക് നൽകണേ അല്ലാഹ്. ആ വീട്ടുകാരുടെ ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ആ ഉപ്പാനെ ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. അവരുടെ ഭർത്താവിന്റെ വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. കരുളായിൽ നിന്നൊരു ചെറുപ്പക്കാരൻ മരിച്ചുപോയ വല്യമാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ റബ്ബേ, ആ ഉമ്മാനെ ഖബറിടം സ്വർഗമാക്കല്ലാ. ഈ മജ്ലിസ് ആ ഉമ്മാക്ക് സമ്മാനിക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ നല്ല വിഷയും ജോലിയും ഒക്കെ നൽകണേ അല്ലാ. മസ്കറ്റിൽ നിന്ന് ബഷീർ എന്നൊരു സഹോദരൻ പ്രത്യേകം വിളിച്ച് രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഖൈർ നൽകണേ അല്ലാ. ഒതുക്കുങ്ങളുടെ ഒരു ഉസ്താദ് വിളിച്ചിട്ട് മക്കളുടെ വിവാഹം ശരിപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹീങ്ങളായ അണകളെ നൽകണേ അല്ലാ. സന്തോഷമുള്ള കുടുംബജീവിതം നൽകണേ അല്ലാഹ്. റബ്ബേ, ഈ ക്ലാസ് കേൾക്കുകയും ആമീൻ പറയുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഖൈർ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ നിസ്കാരവും ഈ ദുആയും ഒക്കെ കാരണം നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വന്നുപോയ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു തരണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.